ഈ ഇതിനകത്തുണ്ടായിരുന്ന ഹരിതകർമ്മ സേനയുടെ അകത്തുണ്ടായിരുന്ന ജോലിക്കാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? ഒരു അരമണിക്കൂർ മുന്നേ. എവിടെ നിന്നാണ് തീ പടർന്നു തുടങ്ങിയത്? അവിടുന്ന് ആ ഭാഗത്തുനിന്ന് വരികയാണ്. നിങ്ങളെ സംഭരണശാലയ്ക്ക് അകത്തു നിന്നല്ലേ ഇപ്പൊ പടർന്നു തുടങ്ങിയത്? അല്ല അല്ല, പുറത്തുനിന്ന് പറയുമ്പോ പുറത്തുനിന്ന് പറഞ്ഞാൽ അവിടെ ആ തെങ്ങിന്റെ ആ ഭാഗത്തുനിന്നാണ് വരുന്നത്. അവിടുന്നാണ് ഞാൻ കണ്ടത്. നിങ്ങളിപ്പോ ഇതിനകത്തായിരുന്നോ? ഇതിന്റെ ഉള്ളിലായിരുന്നു. മിഷന്റെ ഒക്കെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ ഞാൻ പുറത്തേക്ക് ചാട്ടി ഞാൻ പറഞ്ഞ ആകെ കത്തി പിടിക്കേണ്ട വേഗം ചാടിക്കോളി അവിടെ നടപ്പോ എല്ലാരും അവിടുന്ന് പോന്നു ഞങ്ങള്. അതുണ്ടായത്. നിങ്ങൾക്ക് അടുത്തേക്ക് തീ പടർന്നു വരുന്നതാണോ നിങ്ങൾ കാണുന്നത്? ഞാൻ വന്നപ്പോ ഒച്ച കേട്ടിട്ട് പുറത്തേക്ക് ചാടിയതാണ്. അപ്പൊ അവിടുന്ന് ഇങ്ങനെ വരികയാണ്. അതുണ്ടായത്. പൊട്ടിത്തെറി ശബ്ദം കേട്ടോ? ഇതൊരു ശബ്ദം കേട്ടു. നിങ്ങൾ എത്ര പേര് അകത്തുണ്ടായിരുന്നു? ഞങ്ങളൊരു 8 ആളുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നു. 8 പേർക്കും തീപിടുത്തം ഉള്ള സമയത്ത് തന്നെ പുറത്തിറങ്ങാൻ പറ്റിയോ? പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റിയോ? 8 പേർക്കും പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റിയോ? അതിനകത്ത് നിലവിൽ ആരും ഇല്ലല്ലോ അല്ലെ? എല്ലാവരും സുരക്ഷിതരാണ്. രക്ഷപ്പെട്ടു എല്ലാവരും. ഓക്കെ, അതാണ് ഉണ്ടായത്. പൊട്ടിത്തെറി ശബ്ദത്തോടു കൂടി തീ ഇതിനകത്തേക്ക് ആളി പടരുന്നത് കണ്ടുവെന്നാണ് ഇതിനകത്ത് ജോലിയിലുണ്ടായിരുന്ന ഹരിതകർമ്മ സേനയുടെ പ്രവർത്തകർ, ജീവനക്കാർ പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. അപ്പോഴും തീ ഇപ്പോഴും ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രദേശവാസികളാണോ? എന്റെ വീട് തൊട്ടപ്പുറത്താ. ഇതിന് തൊട്ട് ബാക്കിലാണോ? ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉള്ളൂ. നിങ്ങൾ അവിടെ വീട്ടിലുണ്ടായിരുന്നോ നേരം? അല്ല, ഞാൻ പോകാൻ കണ്ടിട്ട് ഓടി വന്നാ മലപ്പുറത്തുനിന്ന്. അത്രയും ദൂരത്തുനിന്ന് വരാ ഓടി. നീ ഇവിടെ നടത്തരുതെന്ന് പറഞ്ഞാണ്. ഇതിന് കുറെ എതിർത്തിനു. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് വികസനമാണ് പറഞ്ഞാണ്. ഈ വികസനം കണ്ടില്ലേ? നടത്തരുതെന്ന് പറയാൻ കാര്യം എന്തായിരുന്നു? എന്തായാലും ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവും. വെള്ളപ്പൊക്കം വന്നപ്പോ കണ്ടില്ലേനോ? കോഴിക്കോട് വെച്ച് പോയത് കണ്ടില്ലേനോ? ഓക്കെ, ഏതായാലും ആ തരത്തിലുള്ള വിമർശനം കൂടി ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ ഇപ്പോൾ പ്രധാനം തീ അണയ്ക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടിരുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും തീ പടരുന്നത്. അതിന് കാരണം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതിൽ ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ്. കാരണം പഞ്ചായത്തുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെയാണ് സംഭരിക്കുന്നത്. ഇവിടെ വെച്ചാണ് അത് വേർതിരിക്കുന്നത്. അതിന്റെ ജീവനക്കാരെ കൂടിയാണ് നമ്മൾ നേരത്തെ കണ്ടത്. 7 ജീവനക്കാർ ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർ എല്ലാവരും തന്നെ സുരക്ഷിതരാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അവരും അത് തന്നെയാണ് പറയുന്നത്. പുറത്ത് നിന്ന് ഇതിനകത്തേക്ക് തീ പടരുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികളും ഒപ്പം തന്നെ ഈ അകത്ത് ജോലിക്കുണ്ടായിരുന്നവരും പറയുന്നത്. അങ്ങനെയാണ്. മലപ്പുറത്ത് ഒരു മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചിരിക്കുന്നു. പക്ഷേ ആളപായം പോലുള്ള അപകടകരമായ സിറ്റുവേഷൻ ഒന്നുമില്ല. തീ അണയ്ക്കാനുള്ള ശ്രമമാണ്. നല്ല ചൂടും കാറ്റും ഉള്ളതുകൊണ്ട് തീ കുറച്ചൊന്ന് ആളുന്നുണ്ട്.